ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഇപ്പഴേ എടുത്ത് കുത്തിക്കോ. കാരണം നല്ല ഒന്നാം തരം തെറിവിളികളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോണം. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. അതാണ് നമ്മുടെ നായകൻ. ആ ചിരി കണ്ടു. ആശാനെ ഇന്ന് ആരക്കമത്താൻ ഇറങ്ങിയതാ? ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. നിന്റെ തണ്ട ദേവസേന കമത്ത ഇറങ്ങിയതാ. അഖില ലോക വെടി വെഞ്ചാമര കഴിവേറി. നിങ്ങൾ എന്നാ തെറി പറയുന്ന മിഷീനോ? നിങ്ങളൊരു പുസ്തകം അച്ചടിച്ചിറക്ക്. ആശാന്റെ 101 അപരാധങ്ങള്. നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. 101 1001 അപരാധങ്ങൾ എന്ന് പറഞ്ഞ് പുസ്തകം അച്ചടിക്കാൻ കൊടുത്തേക്കുവാ. തീർന്നില്ല, ബാക്കി പരീക്ഷണശാലയിൽ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുക. ഈ പുസ്തകം വിറ്റുപോയാൽ എനിക്കും കുറച്ച് കാശൊക്കെ തന്നെ. നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയല്ലേ തെറിയെല്ലാം ഉണ്ടാക്കുന്നേ. അതൊക്കെ തരാടാ ഞാൻ അവരെ കൂതി. ആശാനെ റബ്ബർ വിട്ടുവാണോ? അല്ലടാ, പശുവിനെ കറക്കുവാ. എടാ നിനക്ക് എന്താ, എനിക്കെന്തെന്നാ? രണ്ടും പാലല്ലേ ആശാനെ? എന്നാ ഒരു കാര്യം ചെയ്യ, ഒരു ഇരട്ട പാലെടുത്ത് തിളപ്പിച്ച് കുടിക്കുക. അതോടെ തീരുമല്ലോ നിന്റെ ആസ്ഥാന കഴപ്പ്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. എനിക്ക് എന്റെ മണം സഹിക്കാൻ മേല ആശാനെ, അതുകൊണ്ടാ. എന്നിട്ടാണോടാ നീ ആ വറുതിയാറിന്റെ പറമ്പിൽ കയറിയിട്ട് പിണ്ടിപ്പാലും ഒട്ടിച്ചേ? അഖില ലോകത്ത് അഖില പുണ്ടച്ചി. അത് പിന്നെ ഒരു ആവശ്യത്തിന് ചോദിച്ചാൽ ആശാൻ തരില്ലല്ലോ, അതുകൊണ്ടാ. എടാ, പറന്നുപോയ പഞ്ചവർണ്ണക്കിളിയെ പിടിച്ച് പാറപ്പുറത്തിട്ട് പരകോടി പ്രാർത്ഥന ചെയ്തുണ്ടായ പരമോന്നത പരബ്രഹ്മ ഭൂലോക ചെറ്റെ ഒരുമാതിരി ചെറ്റ വർത്താനം എന്നോട് പറയരുത്. പുതിയതാ? ആ, കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? ആണല്ലേ? ആശാനെ എനിക്ക് നല്ല പനിയാ, എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോവോ? ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? ആശുപത്രിയിലൊന്നും പോണ്ടാ, റമ്മിന്റെ അകത്ത് കുരുമുളക് ഇട്ട് അടിച്ചാൽ മതി. അതുകൊണ്ടൊന്നും മാറുമെന്ന് തോന്നുള്ളൂ ആശാനെ. എന്നാ പിന്നെ വാറ്റിന്റെ അകത്ത് ഇല്ലോളം കുരുമുളക് ഇട്ട് അടിച്ചാലോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറൊരു പൂഞ്ഞാണ്ടി അറിയില്ലേ? മനുഷ്യനിവിടെ പനി കൂടിയിട്ട് പിടുക്കു പറയ്ക്കുക. എന്നാ പിന്നെ നീ ഇത് പിടിമോനെ. എന്നാ വേറൊരു മരുന്നുണ്ടാ. അരയാൽ 6 അടി ജീരകം 3 അടി മരമഞ്ഞ തൊലിയടി മയിരടി മാങ്ങാത്തൊലിയടി പറിയടി ഭാവയ്ക്കാത്തോരനും കൂട്ടി പിടിയടി പീലിക്കാവടി മയിരെണ്ണയും ചേർത്ത് സേവിച്ചാൽ നിന്റെ പനി പമ്പ കിടക്കും. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഈ സാധനമൊക്കെ എവിടെ നിന്ന് കിട്ടും? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നേര്യമംഗലം കാട്ടിലെത്തി ഉദിച്ചു വരുന്ന മകരസൂര്യനെ മലത്തി കിടത്തി മയിലിന്റെ പീലി കൊണ്ട് ഇക്കിളി. ഒന്ന് നിർത്താവോ? ഞാൻ വല്ല പാരാസെറ്റമോളും മേടിച്ച് കഴിച്ചോളാം. ഇതിലും ഭേദമായി ചത്തുപോണായിരുന്നു. എടാ, മലയണ്ണാന് സാധാരണ അണ്ണാനിൽ ഉണ്ടായ മലവാണമേ ഇന്നും കിട്ടിയില്ലേ? കിട്ടി. ഇതിനോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് കള്ളും കുടിച്ചിട്ട് ആ സോഫ കിടന്ന് മൂത്രം ഒഴിക്കരുതെന്ന്. നിനക്ക് നിന്റെ വീട്ടിൽ പോയി കിടന്ന് പെടുക്കാൻ മേലടാ. ചശ്രുശ്രവണ ഗളസ്തമം ധർദുര പറയാ. വയലാർ എഴുതുമോ ഇതുപോലെ? കഴിഞ്ഞ ആഴ്ച കട്ടിലെ കിടന്ന് മുള്ളി, അത് കഴിഞ്ഞിട്ട് അടുക്കള ചെന്ന് സിങ്കിന്റെ അകത്ത് മുള്ളി. ഇനി കട്ടിലേനെങ്ങാനും കിടന്ന് മുള്ളിട്ടുണ്ടെങ്കിൽ പൂഞ്ഞാണ്ടിയിൽ ഞാൻ ഒട്ടുള്ളി ചുറ്റുവിടും. ഇല്ല ആശാനെ, ഞാൻ കുടി നിർത്തി. നീ മൈര് നിർത്തും. നാളെ തൊട്ട് ഞാൻ നല്ലൊരു മനുഷ്യനായിരിക്കും. ആശാനാണ് സത്യം. നീ ഒരു കാലത്ത് നന്നാവുമില്ല. ഞാൻ തല പൊട്ടിത്തെറിച്ച് ചാവണോ? കരവടി തിരുവടി പരവടി പഞ്ചനക്ഷത്ര പന്തിരുവടി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ആശാനെ, ഒരു കറുകപ്പിൽ ചാടി കഴിവേറി ഇന്നലെ പറയാ ആശാന്റെ അസുഖത്തിന് മലയാളത്തിൽ മരുന്നില്ലെന്ന്. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയെ? എന്നാ കുറച്ച് ഇംഗ്ലീഷ് മരുന്ന് വാങ്ങി തന്നിട്ട് എന്നെ അങ്ങോട്ട് രക്ഷപ്പെടുത്താൻ പറ. ആ എഞ്ചുവടി പഞ്ചവടി പുന്നമട കഴിവേറിയോട്. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ സൗകര്യമില്ല. ആശാന്റെ വീഡിയോക്കകത്തൊരു മെസ്സേജ് ഇല്ല. മെസ്സേജ് ഉള്ള വീഡിയോ ചെയ്യണമെന്ന് ഒരു പറച്ചിലൊക്കെ ഉണ്ട്. മെസ്സേജ് ഇല്ല അല്ലേ? എന്നാ നല്ലൊരു മെസ്സേജ് കൊടുക്കാം. ഇനി പറ, ഞാൻ കേക്കട്ടെ. ഈ MDMA ഒക്കെ കുത്തിക്കയറ്റി നിവൃത്തിയില്ലാതെ കഴിച്ചു നടക്കുന്ന മലമൈരന്മാരോടൊക്കെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. വല്ല ഉയരമുള്ള കൊന്നത്തെങ്ങിന്റെ മുകളിലോട്ട് കയറിയിട്ട് ഓല വഴി ഊർന്ന് താഴേക്ക് ചാടുക. എന്നിട്ടും കഴപ്പ് മാറിയില്ലെങ്കിൽ ആമസോൺ കാട്ടിലെ ആമവാദം പിടിച്ച ആമയുടെ അണ്ടി 5 കയറ്റ് ഇഞ്ചി കൂട്ടി ആവണക്കെണ്ണയിൽ മൂപ്പിച്ചിട്ട് എംസാൻഡ് കൂട്ടി കോതമംഗലത്ത് തേച്ചിട്ട് അമരാവതി എക്സ്പ്രസിന് തലവെക്കുക. ഇയാളെ കൊണ്ട് പോലീസിലായിരുന്നു. എന്തൊരു പൊളിച്ചതറിയാറോ? ഇതെന്നാ മെസ്സേജാ? ഇങ്ങനെയാണോ മെസ്സേജ് കൊടുക്കുന്നത്? എന്റെ മെസ്സേജ് ഇങ്ങനെയൊക്കെ. സൗകര്യമുള്ള ഉറിയൂഞ്ചി കഴിവരുടെ മക്കളൊക്കെ നന്നായാ മതി. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഹായ് ബ്രോ. എന്നാ ഉണ്ടാവേ? നീ അങ്ങ് UK കപ്പയും കാച്ചിൽ പുഴുങ്ങിയും ഒക്കെ കഴിച്ചിട്ട് അങ്ങ് സുന്ദരനായി മാറിയല്ലോ. It's not about the cup and cattle, man. It's just a climate there. ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും. ഇങ്ങേ അറ്റം വന്ന തനി തറയാണല്ലോ പെണ്ടി. നീ UK 6 കാലിന്റെ ഇടലാന്ന് പറഞ്ഞു. Oh, I'm in London. ഇത് കിട്ടണത് നീ മേടിച്ചോ? എടാ, ലണ്ടൻ ബ്രിഡ്ജിന്റെ അടിയിൽ പരൽമീനിനെ പിടിച്ച് പറയെ കുത്തിച്ചാടിയ UK ലൂക്കി പാൽക്കാവടി മോനെ.
മലയാളത്തിൽ പറയടാ, മലവേടൻ അമ്പെയ്തുണ്ടാക്കിയ മലമൈരെ. ആശാന്റെ സുഖമല്ലേ? എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ഇപ്പൊ നല്ല സുഖമുണ്ട്, ഒന്ന് പ്രസവിച്ച സുഖം. അപ്പൊ പോട്ടറാ, ത്രിപുട നയന ത്രികോണക തൃക്കൊടുവേലി തീരദേശ പറയാ. എവിടെ പറമ്പിൽ കക്കൂസിന്റെ പുറകില് വെള്ള സാരി കൊടുത്ത് വെളുക്കുമ്പോ കൊണയ്ക്കുവാൻ പോകുന്ന വഴിവെക്ക് കൊച്ചു കിളിച്ചുണ്ട മാമ്പഴം തൊലിച്ചു. മോളെ വസുമതി, മോളെ മുഖത്തിനെന്ത് പറ്റി? പ്രേതോ? എവിടെ? ആരുടെ എന്നാ കോണത്തിലെ ചിരിയായത്? മനുഷ്യന് വഴി കൂടെ നടക്കണ്ടേ? ഞാനിന്ന് നിന്റെ ചോര കുടിക്കും. അതിനൊന്നും ഇല്ലേ? പിന്നെ നിനക്ക് കുടിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ചോരയും കൊണ്ട് നടക്കുന്നേ. പാന കയറി കൂമ്പലൂതി കോലയിലാടി കരിമ്പന പാനങ്കുരു കഴിവറ മോളെ. തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഞാൻ എന്നാ മൈലിട്ടാടാ നീ എന്നെ തെറി പറയുന്നേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. നിനക്ക് ബ്ലഡ് വേണമെങ്കിൽ നീ വല്ല ബ്ലഡ് ബാങ്കിലും പോണം, അല്ലാണ്ട് എന്റെ നെഞ്ചത്തോട്ടല്ല കയറണ്ടേ. തൃക്കാവടി ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. എന്നാ ശകലം ചുണ്ണാമ്പേലും താ. എന്റെ കൈ ചുണ്ണാമ്പൊന്നുമില്ല, ശകല ഹാൻഡ്സ് വേണമെങ്കിൽ തരാം, ഇല്ല 2 പെഗ് തരാം. അടിച്ചിട്ട് വല്ല പാലമരത്തിന്റെ കൊമ്പേ കയറി പെരുവിരകളെ കുത്തി നിൽക്കും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിർത്തടി കള്ള കാവള മടക്കല കരിമ്പന കരിവീട്ടി കോഞ്ഞാട്ടം കതിരോല തൃത്തോല പനമര പാലമര പഞ്ചവർണ്ണ. ഉപ്പിട്ടൊരു സർബത്തും 2 പോകുമ്പോഴേ കിട്ടോ. മടുത്തു ഈ ജീവിതം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. രമേശനല്ലേ? അതെ സാറേ. ഇവനൊരു അക്ഷരം പഠിക്കുന്നില്ലല്ലോ, എല്ലാ വിഷയത്തിനും തോറ്റു. ഇനി ഇവനെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, TC തന്ന് പറഞ്ഞു വിടാൻ പോവാ. കഴിഞ്ഞ ദിവസം മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകനെ ഇവൻ മൃദുല മനോഹര മലയാള മൈരാന്ന് വിളിച്ചു. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനെ ഹരണഗുണന ലസാദും പറയാന്ന് വിളിച്ചു. ഇനി ഇവൻ എന്നെ എന്നാണാവോ സ്വർലോക വെട്ടി വെഞ്ചാമര പ്രിൻസിപ്പാളെന്ന് വിളിക്കുന്നത്. ഇവൻ ഈ വർത്താനമൊക്കെ എവിടുന്നാ പഠിക്കുന്നത്? എനിക്കൊന്നും അറിയാൻ മേല എന്റെ പൊന്നു സാറേ. ഈ കവടിയാർക്കൂതി കരിന്തലവടി കനകമല കസ്തൂരി പറങ്ങാണ്ടി പറയണേ സാർ എന്നാന്ന് വെച്ചാ ചെയ്തോ. യവന്മാരുടെ ഈ നടപ്പും മട്ടും കണ്ടിട്ടാണ് യവന്മാരുടെ തന്തയെ വിളിച്ചത്. ഇപ്പൊ തന്നെ കണ്ടപ്പോ എനിക്ക് തന്റെ തന്തയ്ക്ക് വിളിക്കാൻ തോന്നുന്നു. ആഴ്ചയിൽ പീരിയോഡിക് ടേബിൾ ഒളിഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് എന്തുമാത്രം കാശായി മരുന്ന് എന്റെ ഇത് മേടിച്ചോണ്ട് പോകുന്നത്. സന്തോഷായല്ലോ. ഈ സാമാനം ഒടിയില്ലാത്ത എവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ മേലെ. എടാ, ത്രിതല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പറയാ സ്വന്തം തന്തനെ ഊമ്പിച്ചു, ഇനി എന്നെ കൂടെ ഊമ്പിച്ചിട്ട് ഈ സ്കൂളും കൂടെ പൂട്ടിക്കും. എന്റെ അമ്മേ, ഇത്രയും പുളിച്ച തെറി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഈ ആറ്റിലങ്ങാടി പഞ്ചനക്ഷത്ര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നതിന് ഒരു യോഗ്യത ഒക്കെ വേണോടാ. അനിനീരിട്ട് ചെവി കഴുകണം. നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി. കാര്യം ഇവരൊരു നിർഗുണവാണ നൃത്ത നിർത്തിയാന സുന്ദര സുരഭില കോമള വാസന പറയാനാണെങ്കിലും സത്യസന്ധനും സൽഗുണ സമ്പന്നനും എന്റെ ചെറുക്കൻ. വെരി ഗുഡ്, നല്ല ഫോറിൻ തെറി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക.